ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മോർ തോമാശ്ലിയായുടെയും മോർ ഗീവർഗീസദായുടെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെയും ഈ ബലിപീഠങ്ങളെയും ശുദ്ധീകരിക്കണമേ. ഭസ്മോദാപോ ആയദൽ ഓലം ഭസ്മോദ ഉദാബരോ വദറുഹോ ഹയുകാദീശൽ ഹായദൽ ഓലം വൽമി. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മോർ തോമാശ്ലീഹായുടെയും മോർ ഗീവർഗീസദായുടെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെ ഈ ആലയത്തെ ശുദ്ധീകരിക്കണമേ. ഭസ്മോദാബോ ഉദാബരോ വദറുഹോ ഹയുകാദീശൽ ഹായദൽ ഓലം വൽമി. ദൈവമായ കർത്താവേ, എന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും 12 ശ്ലീഹന്മാരുടെയും മോർ തോമാശ്ലീഹായുടെയും മോർ ഗീവർഗീസദായുടെയും മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളെ ഈ ആലയത്തെ ശുദ്ധീകരിക്കണമേ. ഭസ്മോദാബോ ഉദാബരോ വദറുഹോ ഹയുകാദീശൽ ഹായദൽ ഓലം. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഭസ്മോദാബോ ഉദാബരോ വദറുഹോ ഹയുകാദീശൽ ഹായദൽ ഓലം വൽമി. വിശുദ്ധനായ മോർ തോമാശ്ലീഹായുടെയും മോർ ഗീവർഗീസദായുടെയും മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നു. ഭസ്മോദാബോ ഉദാബരോ വദറുഹോ ഹയുകാദീശൽ ഹായദൽ ഓലം വൽമി. നിന്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെയും 12 ശ്ലീഹന്മാരുടെയും മോർ തോമാശ്ലീഹായുടെയും മോർ ഗീവർഗീസദായുടെയും മധ്യസ്ഥത മുഖാന്തരം
ഞങ്ങളെയും ഈ ആലയത്തെ ശുദ്ധീകരിക്കണമേ. ഭസ്മോദാപോ ഉദാപരോ വദർഹോ ഹായ കാദീശൽ ഹായ ഗൽ ഓലം വൽമേ. Teshvato Nikoro Soyo Sakadiso Shavias Bose Valsheno Vinyanito Ganisto Dano Teshvato Nikoro Romatri Soyo Sakadiso Shavias Bose Valsheno Vinyanito Ganisto Dano Nikorohadrorum Romatli Soyo Sakadiso Shavias Bose Valsheno Vinyanito Ganisto Dano Nikorohadrorum Romatli Soyo Sakadiso Shavias Bose Valsheno Vinyanito Ganisto Dano Sliboso Shaira Slebone Soso Slebone Prekena Bekolan Besavina Shubhaji Sleva Vidya Kodita Sleva Ammereshe Chedo Sleva Il Pogado Sliboso നിന്റെ തിരുസന്നിധിയിൽ നിന്റെ പരിശുദ്ധ നാമം സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകിയതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ശത്രുക്കളെ എല്ലാവിധമായ തന്ത്രങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. നിന്റെ ആശീർവാദത്താൽ ഈ ദേവാലയത്തെ വാഴ്ത്തണമേ. ആത്മീക സ്തോത്രാർപ്പണത്തിനായി ഇത് ഒരുങ്ങുമാറാകണമേ. നിന്റെ പരിശുദ്ധ ആലയമായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇന്നും എന്നാളും കരേറ്റുന്നു. ബാറക്കുമോ ഈ അനുഗ്രഹങ്ങളൊക്കെ ദൈവം തന്നതാണ്. ദൈവത്തെ സ്തുതിക്കാം. ശലോമോൻ ആലയം പണിത് കൂദാശ നിവർത്തിച്ചിട്ട് ചെയ്തതെന്ത് എന്ന് ദിനവൃത്താന്ത പുസ്തകം പോയി വായിക്കണം. 1,20,000 ആടുകളെ അവൻ യാഗം അർപ്പിച്ചു. പ്രാവുകളും ചങ്ങാലയും എല്ലാം എത്രയെന്ന് കണക്കിൽ. ഇനി പറയാൻ പോകുന്നത് അവൻ ചെയ്ത വലിയ കാര്യങ്ങളിലൊന്നാണ്. തനിക്കുള്ള മുഴുവൻ സ്വർണവും അവൻ യഹോവയ്ക്ക് വഴിപാടായി വച്ചു.
അതിനനുസരിച്ച് വരുമാനം അദ്ദേഹത്തിന് പിന്നെ ഉണ്ടായിക്കൊള്ളു. പെരുമ്പാവൂർ പള്ളിയുടെ വിശുദ്ധ മുറോൻ ഉദാശ കഴിഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് കാണും. ഞാൻ എല്ലായിടത്തും ഓർമ്മപ്പെടുത്തുന്ന പോലെ അവിടെയും പറഞ്ഞു, ആഭരണങ്ങൾ ഊരിയിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യണം. അവിടുത്തെ പേര് കേട്ട ഒരു അഡ്വക്കേറ്റ്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ, അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇത് കേട്ടതോടുകൂടെ അവളൊരു കാര്യം ചെയ്തു. തൻ്റെ കയ്യിൽ കിടന്ന മോതിരങ്ങളിൽ ഒരെണ്ണം ഊരി ഭണ്ഡാരത്തിലിട്ടു. എല്ലാം കഴിഞ്ഞു. ഞാൻ മടങ്ങിപ്പോയി. വൈകിട്ട് അങ്കമാലിയിൽ പെരുന്നാളിനോ മറ്റോ ഞാൻ പോകുമ്പോൾ അവിടെ കയറി പാത്തിക്കൽ അച്ഛനോട് ചോദിച്ചു, എന്തൊക്കെയായി, ഭക്ഷണം തികഞ്ഞോ, ശാന്തമായിട്ടെല്ലാം തീർന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുമേനി ഓർപ്പിച്ചതുപോലെ ആരോ ഒരു വലിയ മോതിരം ഊരി ഭണ്ഡാരത്തിലിട്ടിട്ട് പോയിട്ടുണ്ട്, വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. 4 മാസം തികയുന്നതിന് മുമ്പേ ഭർത്താവും ഭാര്യയും കൂടെ പുത്തൻകുരിശിൽ വന്നു. എന്താണ്, ഇട്ടിക്കുരിയ വക്കീലിനെ ഓർക്കുന്നു, നിങ്ങൾ എന്താ വന്നതെന്ന് ചോദിച്ചു. രണ്ടുപേരും there was shivering, വിറയ്ക്കുകയാണ്. ഇവളിന്നലെ എന്നോട് ചോദിക്കാതെ മോതിരം ഊരി വഴിപാടിട്ടു. ഇന്നലെയല്ല, കുദാശയുടെ ദിവസം. പക്ഷേ ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോൾ 4.5 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു, ഇവൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി തീരുവാൻ ആരംഭമിട്ടിരിക്കുന്നു എന്ന്. അത് പറയുമ്പോൾ എപ്പിസ്കോപ്പായ ഉൾപ്പെടെ അവിടെ നിന്നവരൊക്കെ വിറയ്ക്കുകയാണ്. നിങ്ങളാരും ആഭരണം ഊരിയിടണമെന്ന് ഞാൻ പറയുന്നില്ല, ഓഹരി ചേരാത്തവരുണ്ടാകരുത്. ഏതോ ഒരു പള്ളിയിൽ ഷെയറെന്ന് കണ്ടു, അത് തെറ്റാണ്, പാപമാണ്. വേദപുസ്തകത്തിലെ ഭാഷ ഓഹരി എന്നാണ്. എല്ലാവരും ഓഹരി ചേർന്നും പെരുന്നാളിനെ സമ്പൂർണ്ണമാക്കണം, കുറവ് വരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളണം. ഏറ്റവും വലിയ തികവ് ഉണ്ടാകേണ്ടത് ഒരു കാര്യത്തിലാണ്, യേശുക്രിസ്തു കർത്താവും രക്ഷിതാവുമാകുന്നു എന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം. ആവർത്തിച്ച് ഉറപ്പ് വരുത്തിക്കൊള്ളണം. പരിശുദ്ധനായ മോർ ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ ഈ പരിശുദ്ധാലയം ഇന്ന് നമ്മുടെ ശ്രേഷ്ഠമാവായുടെ തൃക്കരങ്ങളാൽ ദൈവാരാധനയ്ക്കായി സമർപ്പിക്കുമ്പോൾ അതിനായിട്ട് സ്വർഗത്തിലെ ദൈവം വഴി നടത്തിയ എല്ലാ കരുണകൾക്കും കൃപകൾക്കുമായിട്ട് നമുക്ക് മുന്നമേ ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധ ദേവാലയം എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് ഓരോ പ്രാവശ്യവും നാം വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോഴുള്ള പ്രാർത്ഥന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഏറ്റവും ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ നാം വായിക്കാനും പ്രാർത്ഥിക്കുവാനും പഠിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ബഹുമതിപൂർവം ഞാൻ നിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് നാൾ തോറുമുള്ള എൻ്റെ നേർച്ചകളെ കഴിക്കും. നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും നേർച്ച കാഴ്ചകളോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നാം വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതം എടുത്താൽ വിശുദ്ധ മാമോദീസായ്ക്കിട്ട് ദേവാലയത്തിൽ വരുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒരു പ്രതിജ്ഞ ചൊല്ലും. അത് വിശുദ്ധ ദേവാലയത്തിൻ്റെ പരിഭാവനയിൽ നിന്നുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ദൃശ്യ അടയാളങ്ങളായ വിശുദ്ധ മദ്ബഹായെ സാക്ഷി നിർത്തി, വിജയസ്ലീബായെ സാക്ഷി നിർത്തി, വെടിപ്പുള്ള വിശുദ്ധ എവൻഗേലിയോനെ സാക്ഷി നിർത്തി ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ പട്ടക്കാരൻ നമ്മെ പേരിട്ട് വിളിക്കുന്നു. എങ്ങനെയാണ്? സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ നാം സ്വീകരിക്കും.
അങ്ങനെ ദേവാലയത്തിലേക്ക് നാം മശിഹ സ്വീകരിച്ചുകൊണ്ട് കടന്നു വരുന്നു. പിന്നീടുള്ള ഓരോ ദിനങ്ങളും ദൈവത്തിന് നന്ദി അർപ്പിക്കാനുള്ള വലിയ അവസരങ്ങളാണ് ദൈവിക ആരാധന ദേവാലയത്തിൽ നടത്തപ്പെടുമ്പോൾ നമ്മളിൽ അനുഭവവേദ്യമാകേണ്ടത്. വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ പ്രതിപുരുഷനായ പട്ടക്കാരന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് നാം ഒരു പ്രതിജ്ഞ ചൊല്ലുന്നു. എന്താണ്? ജീവിതകാല അവസാനം വരെ ദൈവത്തിൽ ആശ്രയിച്ച് കുടുംബമായി ജീവിക്കാമെന്ന്. പിന്നീട് നമ്മുടെ ജീവൻ മുന്നോട്ട് പോകും. വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്ന പൗരോഹിത്യ സ്ഥാനികൾ ഇതുപോലെ പ്രാർത്ഥന ചൊല്ലും. 113 സങ്കീർത്തനം 26-27. ദൈവം എന്നിന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ചങ്ങലകളാ ഞങ്ങളെ പെരുന്നാളെ ബന്ധിപ്പിക്കണമേ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിനങ്ങളും വിശുദ്ധ ദേവാലയവുമായിട്ട്, വിശുദ്ധ മദ്ബഹയുമായിട്ട്, അതിലൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സ്പഷ്ടമായൊരു കാര്യം, ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട പുണ്യസ്ഥാനമാകും. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ഞാൻ ഇപ്പോൾ പിരിഞ്ഞു പോകുന്നു. ഒട്ടും വയ്യ. നാളെ ഞാൻ വരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രദേശത്തുള്ള ദൈവമക്കൾ എത്ര കഷ്ടപ്പെട്ടു എന്ന കണക്കിൽ തങ്ങൾക്ക് വീട് പണിതപ്പോഴൊന്നും ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. ഏറെ ഏറെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചു. വല്യപള്ളിയുടെ പണിക്കാലത്ത് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇതുപോലെയായിരുന്നു. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. അവിടെയുള്ള പല ആളുകളും ഓടി വന്ന് ഞാൻ വരികയില്ലേ എന്ന് എന്നോട് ചോദിക്കുകയുണ്ടായി. ഇന്ന് തെക്ക് തിരുവല്ലായ്ക്ക്, തെക്ക് പത്തനംതിട്ടയ്ക്ക് അപ്പുറത്ത് വീണ്ടും പോയി ഒരു കോട്ടയമുണ്ട്. അവിടുന്ന് പുറപ്പെടുമ്പോൾ ഏറെ ക്ഷീണനായിട്ടാണ് പുറപ്പെട്ടത്. പക്ഷേ ഞാനിന്ന് വന്നു. എൻ്റെ ഭാഗ്യമാണിത്. കാരണം എൻ്റെ കാരണവന്മാർ, നിങ്ങളുടെ സഹോദരങ്ങൾ കാരണവന്മാർ ഏറെ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്ത് സത്യവിശ്വാസം നിലനിർത്തി. അതുകൊണ്ട് തന്നെ മഴുവന്നൂർ ഇടവക പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ കുറ്റം കൂടാതെ നിൽക്കുന്നത് നന്ദിയോട് ഓർക്കുന്നു. നിൻഫലമായി രാജഭാമിനിയും പിതൃഗ്രഹവും പാർക്കുമോ ങ്ങളിലറിവാത്താൻ പക്കലപേക്ഷയാണ് കേളം സ്തോമേൻ രാമൻ ശരണോ വരദായകമാക തൽപ്രാർത്ഥനകൾ ആത്മാവിയകോട്ട പാർക്കുമോ ദൈവപ്രസവിത്രേ കന്യകമറിയാമേ നോയാറിൽ സുഖപരിമളധൂപം മോറിയോറാഹെ മേലെ നോവാധാരേ തേടരുത് മാതാവേ ഞങ്ങൾക്കായുള്ളേ ഞങ്ങളെ തോന്നിയ ഏകാത്മജനോടർത്ഥിക്കാം.
പന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവനുള്ള പാനവും കാരകിൽ പോൽ വൃദ്ധതയും അവർ തളിരിട്ടു തഴച്ചിടുമേ. ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ോലം വാദമൽമോലം ഉൽമീനാമേ. മോർഗി വരുകി സഹദാ ഒട്ടേ മേലും ഉദകണമേനെ പ്രാർത്ഥനമേ. ഓർമ്മയകുമാനേ ചോർത്താൻ സ്തോമേന്ദ്രാരോസ്കുയേലായിസോ. സമയമേതല്ലോ മാർത്തോമശ്രീഹ പതിവിൻ പടി കൂടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മോശെ പോത്ര ദൈവം പാർക്കുമോ. നിന്നവരെ ചൊരുതാതന്നോ മോരകനാതെയോ. സുതരോ സ്തോത്രം നിന്നെ മോടെ ചൂടേടുന്ന റോഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ. ഞങ്ങൾ മെൻമൂലം വാദമൽമൂലം വൽമീനാമേ. ശുശ്രൂഷകരാചാര്യരെ ഉയർപ്പിൻ വലിയൊരു നാളേക്ക് അവർ കേൾക്കണമേ. മോഹകാതി മൊറിയോറാകെ മേലെ നോവാദാരെ. വസികാകൂദാശകളർപ്പിച്ചോ ശ്രേഷ്ഠാചാര്യേകുക പുണ്യം നാദാസ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചേർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ശുശ്രൂഷയിൽ സന്ധ്യാപ്രാർത്ഥനയിലും ഞങ്ങളോടൊന്നിച്ച് സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളെല്ലാവരെയും കാരുണ്യവാനായ ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.